ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. ഈസ നബിയെ ദൈവമെന്നോ ദൈവപുത്രനെന്നോ വിചാരിച്ചവരോ പ്രാർത്ഥിച്ചവരോ ആരാധിച്ചവരോ റബ്ബേ ഞാൻ അവരോടത് പറഞ്ഞിട്ടില്ല എന്ന് ഈസ നബി പറയുമത്രേ പരലോകത്ത്. ഇവിടെ ഒരു കാര്യം ഇടക്കൊന്ന് സൂചിപ്പിക്കുകയാണ്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അത് മനുഷ്യന്റേതല്ല. നബി തങ്ങൾ ഒരിക്കലും ഇതിൻ്റെതാന്ന് തങ്ങൾ പറഞ്ഞിട്ട് പോലുമില്ല. ഖുർആൻ അത്ഭുതങ്ങളിൽ വലിയ അത്ഭുതമാണ്. ഒരു സെന്റൻസ് കണ്ടെങ്കിൽ എളുപ്പമാണെന്ന് അതുപോലെ ഉണ്ടാക്കാൻ ഒരിക്കലും കഴിയില്ല. ഖുർആന്റെ അതിന്റെ റിതം അതൊരിക്കലും നസറുമല്ല നളുമുമല്ല, മാ ബൈനഹുമ. ഖുർആനിന്റെ അതിന്റെ the choice of letters, the choice of words, the sequence of ayats, ഇതൊക്കെ ഭയങ്കര അത്ഭുതമാണ്. അത് പഠിക്കുമ്പോഴേ അറിയുള്ളൂ. അറബി എഴുതാനും അറിയാത്ത ആൾക്കാരെ നമ്മളെ യുക്തിവാദികൾ മുമ്പ് യുക്തിവാദത്തിൽ പോയ ഒരാളിപ്പോ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, അവരപ്പം ഭയങ്കര കസർത്തണത് ഖുർആനിൽ ആ തെറ്റുണ്ട് ഈ തെറ്റുണ്ട്. അറബി എഴുതാനും വായിക്കാനും ഈ പറയുന്ന ആൾക്ക് അറിയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പോഴൊരു കാര്യം ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഖുർആൻ ക്രിസ്ത്യാനികളിൽ നിന്ന് നിബിധങ്ങൾ കേട്ട് എഴുതി എന്നും ചില ആളുകൾ തട്ടിവിടാറുണ്ട്. മഅദല്ലാഹ്, അത് തെറ്റാണ്. ക്രിസ്ത്യാനികൾ അന്ന് വിശ്വസിച്ചിരുന്നത് നിബിധങ്ങൾ എഴുതി ഉണ്ടാക്കിയതാന്ന് വരികയാണെങ്കിൽ, സപ്പോസ് സങ്കല്പിക്കുകയാണെങ്കിൽ, ഖുർആനിൽ മറിയം ബീവി ദൈവമാണെന്നാണ് എഴുതേണ്ടത്, അല്ലേ? ഈസാ നബി ദൈവപുത്രനാണെന്നാ എഴുതേണ്ടത്. ജിബ്രീൽ 3 ദൈവങ്ങളിൽ ഒന്നാണെന്നാ പറയേണ്ടത്. പക്ഷെ ഖുർആൻ പറഞ്ഞത് എന്താ? ഇവരൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ഈസാ നബി പരിശുദ്ധരായ നബിയാ. അത് അന്നത്തെ ക്രിസ്ത്യാനികൾ പറഞ്ഞ വാദമല്ല. അവര് പറഞ്ഞ നബി കോപ്പിയാണെങ്കിൽ അതല്ലേ പറയാ. ഖുർആൻ അതിനെ തിരുത്തുകയാണ് ചെയ്തത്. പിന്നെ എങ്ങനെ അവര് പറഞ്ഞ നബി പറഞ്ഞെന്ന് പറയാം? അവരുടെ വാദമല്ലേ പിന്നെ നബി നിങ്ങൾ പറയേണ്ടത്? അതിനെതിരല്ലേ പറഞ്ഞത്? നിങ്ങളുടെ വിശ്വാസത്തിൽ പ്രശ്നമുണ്ട്, പരിഹരിക്കണം. ദൈവം സൃഷ്ടിയല്ല, സൃഷ്ടിരൂപം ദൈവത്തിനില്ല. അല്ലാഹു എന്ന സർവേശ്വരനായ പടച്ചവൻ നമ്മുടെ കണ്ണുകൾക്ക് ഈ ലോകത്ത് കാണപ്പെടാത്തവനാണ്. പക്ഷെ അവൻ അല്ലാഹുവിനെ പറ്റി അറിയാൻ ഇലകളും പുല്ലുകളും മുതൽ കല്ലുകളും മണൽത്തരിയും മുതൽ താരസമൂഹങ്ങൾ വരെ നമ്മുടെ മുമ്പിൽ അല്ലാഹുവിനെ പറ്റി പറഞ്ഞു തരാൻ ഇവിടെയുണ്ട്. കണ്ണുകൊണ്ട് കാണുന്നില്ല എന്നല്ലേ ഉള്ളൂ, ബുദ്ധി കൊണ്ട് നമുക്ക് കാണാൻ കഴിയും അല്ലാഹുവിനെ. ആണ് റബ്ബ്. അല്ലാഹുവിന്റെ ഹബീബ് ഉണ്ടാക്കിയതല്ല ഖുർആൻ. ഈസാ നബി അലൈഹിസ്സലാമിനെ നാളെ അല്ലാഹു വിചാരണയ്ക്ക് വേണ്ടി വിസ്തരിക്കുമെന്നും, യാ ഈസ ഇബ്ന മറിയം, മറിയമിന്റെ പുത്രൻ ഈസ നബിയേ, അൻത ഖുൽത ലിന്നാസ്, നിങ്ങളാണോ ജനങ്ങളോട് പറഞ്ഞത്, ഇത്തഖിദൂനി വ ഉമ്മിയ, എന്നെയും എന്റെ ഉമ്മയെയും ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ ഞാനും എന്റെ ഉമ്മയും ദൈവങ്ങളാണെന്ന് ഈസ നബിയെ നിങ്ങൾ പറഞ്ഞുവോ എന്ന് അല്ലാഹു ഈസ നബിയോട് നാളെ ചോദ്യം ചെയ്ത് വിസ്തരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ. ഈസ നബിയുടെ മറുപടിയും ഖുർആനിലുണ്ട്. ഈസ നബി പറയും, റബ്ബേ മാ ഖുൽതുഹും ഇല്ലാ മാ അമർതനി, നീ എന്താണോ എന്നോട് അരുളി ചെയ്തത്, നീയാണ് ദൈവമെന്നും പടച്ചവനെന്നും എന്നല്ലയോ, അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അവരിൽ നിന്ന് തിരിച്ചു പോന്നപ്പോ, എന്നെ നീ ഉയർത്തിക്കളഞ്ഞപ്പോ, അതിന്റെ ആശയം അതാണ് അവിടെ തവഫൈതനി എന്ന വാക്കിനർത്ഥം. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല റബ്ബേ. അവരെന്നെ പറ്റി അങ്ങനെ പറഞ്ഞുണ്ടാക്കിയോ എനിക്കറിയില്ല. ഒരു മതവിശ്വാസിയെയും വേദനിപ്പിക്കാനല്ല, വിഷമിപ്പിക്കാനുമല്ല, വിശുദ്ധമായ ഖുർആനിലെ ഒരാശയം സത്യാന്വേഷികൾക്ക് വേണ്ടി പഠിക്കാൻ വിട്ടുതരികയാണ്. ഈസ നബി അലൈഹിസ്സലാം അവിടുന്ന് മറുപടി പറയും, റബ്ബേ ഞാൻ പറഞ്ഞത് സ്വീകരിച്ചവർ എന്റെ കൂടെയുള്ളവർ, എന്നാൽ ഞാൻ പറഞ്ഞതനുസരിക്കാതെ എന്നെ ദൈവമാക്കി വെച്ചവർ അവരെ ശിക്ഷിക്കണേ എന്ന് ഈസ നബി പറയൂല. അല്ലാഹുവേ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ് റബ്ബേ. അവരെ ശിക്ഷിക്കാതെ വിട്ടാൽ നിന്റെ ഇസ്സത്തിന് ഒരു കോട്ടവും പറ്റുകയില്ലല്ലോ. ഫഇന്നക അൻതൽ അസീസുൽ ഹകീം.